കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കേരളത്തിൽ മയക്കുമരുന്ന് ദുരന്തങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രവാചക ധീരതയോടെ മുന്നറിയിപ്പ് നൽകിയ പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വളഞ്ഞിട്ട് ആക്രമിച്ച രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. ശക്തമായ പ്രവാചക ധീരതയാണ് മാർ കല്ലറങ്ങാട്ട് പ്രഘോഷിച്ചത്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ചതിക്കുഴിയിൽപ്പെടുത്തി ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നവർക്ക് പിന്നിൽ വൻ മാഫിയകളാണ്. ഇവർക്ക് രാഷ്ട്രീയമായ സഹായം കിട്ടുന്നു എന്നതാണ് വ്യാപനത്തിന് കാരണം. പ്രീണനകൾക്കപ്പുറം തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും അംഗീകരിക്കുന്ന സമീപനം പൊതുപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നേതൃസമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴുകിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതി ഉത്തരവിട്ടു. ഭരണഘടന നൽകുന്ന സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റൊരാളെ അപമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിനാസ്പദമായ വീഡിയോകൾ പ്രഥമദൃഷ്ട്യാ അപകീർത്തിപരവും വാദികളുടെയും സ്ഥാപനത്തിന്റെയും സൽപ്പേരിനെ ബാധിക്കുന്നതാണെന്നും ഇതവർക്ക് അപഹര്യാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദലിത് ക്രൈസ്തവ സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കണമെന്ന് പുനലൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ. KCBC SC/ST BC കമ്മീഷന്റെ നേതൃത്വത്തിൽ DCMS രൂപത ഡയറക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുനലൂർ ബിഷപ്സിൽ കൂടിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ സമൂഹത്തിന് ശാശ്വതമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അതിനായി ദലിത് ക്രൈസ്തവ സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കുവാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകണമെന്നും അഭിമന്യ പിതാവ് ഡയറക്ടർമാരോട് ആവശ്യപ്പെട്ടു. KCBC SC/ST BC കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വിവിധ കത്തോലിക്ക രൂപതകളിൽ നിന്നായി 15 ഡയറക്ടർമാർ യോഗത്തിൽ പങ്കെടുത്തു. ആഗോള കത്തോലിക്ക സഭ മഹാജൂബിലി വർഷമായി ആചരിക്കുന്ന 2025 ദലിത് ക്രൈസ്തവരുടെ പുരോഗതിക്കായി വിവിധ പദ്ധതികൾക്ക് രൂപം കൊടുത്തു. മാരക ലഹരി വിപത്തിനെതിരെ KCBC മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ PC ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി. അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ്. പ്രണയക്കെണികൾ ഉണ്ടെന്ന് ഈയിടെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലഹരിയിൽ നിന്ന് മോചിതനായ ഒരു യുവാവ് വെളിപ്പെടുത്തിയിരുന്നു. PC ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പിലുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. പാലാ രൂപതയിലെ കടനാട് കാവുകണ്ടം വിശുദ്ധ മരിയ ഗൊരേത്തി പള്ളിയിലെ മാതാവിന്റെ ഗ്രോട്ടോയുടെ ഗ്ലാസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർന്ന നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം മേലുകാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി ഉടൻ പിടികൂടണമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു. വിശ്വാസികളിൽ വേദന ഉളവാക്കിയ ഈ നീചകീയ പ്രവൃത്തി നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതേസമയം അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് പാലാ DYSPയും പള്ളി വികാരിയും ജനപ്രതിനിധികളും പ്രതികരിച്ചു. പ്രത്യാശയുടെ തീർത്ഥാടന ജൂബിലി 2025 കൊല്ലം രൂപതയിൽ നടന്നു വന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി അൾത്താര സാക്രിസ്റ്റ്യൻ സംഗമം കൊട്ടിയം ആനിമേഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. കൊല്ലം രൂപത വികാരി ജനറൽ മോൺസിനോ ഡോക്ടർ ബൈജു ജൂലിയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആരാധനാക്രമത്തിലെയും അൾത്താര ശുശ്രൂഷയിലെയും വിവിധ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഫാദർ ജെറിൻ CMI, ഫാദർ സേവിയർ ലാസഫ്, ഫാദർ ജോസഫ് സുഗൻ ലിയോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് കൊല്ലം രൂപത അധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഈ രംഗത്ത് 25 വർഷവും അതിൽ അധികവും പൂർത്തിയാക്കിയവരെ ആദരിച്ചു. സഭയുടെ ആരാധനാക്രമം ഭക്തി നിർഭരമാക്കുവാൻ അക്ഷീണം യത്നിക്കുന്ന സക്രിസ്ത്യൻസിന്റെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് അഭിമന്യ പിതാവ് അഭിപ്രായപ്പെട്ടു. കൊല്ലം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 100ഓളം കണക്കന്മാരാണ് സംഗമത്തിൽ പങ്കെടുത്തത്.
കായംകുളം ഇടവകയിൽ മാതൃവേദി സ്വാശ്രയ സംഘം SMYM ലീജൻ ഓഫ് മേരി എന്നീ ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടത്തി. വെള്ളികുളം പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ സ്കറിയ വേഗദാനം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ലിൻഡ മരിയ വട്ടക്കാട്ട് വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. റീന റിജി വയലിൽ ആമുഖ പ്രഭാഷണം നടത്തി. മികച്ച വനിതാ സംരംഭകരായി തിരഞ്ഞെടുക്കപ്പെട്ട ജെസ്സി ഷാജി ഇഞ്ചിയിൽ, ജോയ്സി ജേക്കബ് നെല്ലിയേക്കുന്നിൽ എന്നിവർക്ക് ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടനകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങൾ നടത്തി. ഫാദർ സ്കറിയ വേഗദാനം സമ്മാനദാനം നിർവഹിച്ചു. ലഹരി മാഫിയ അക്രമി സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹം ഭീതിയിലാണെന്നും ഇവരെ അടിച്ചമർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഇച്ഛാശക്തി കാണിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. മീഡിയ വില്ലേജിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണത്തിലും ലഹരിക്കുമെതിരെ ജനമനസാക്ഷി ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊരുന്നട ബസ് സ്റ്റാൻഡിൽ ഗ്രൗണ്ടിൽ ഇടവേളകളില്ലാതെ നടത്തപ്പെട്ട ഓപ്പൺ റേഡിയോ പ്രേഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. സ്റ്റുഡിയോയുടെ AC മുറികളിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയ ഓപ്പൺ റേഡിയോ പ്രേഷണം എന്ന മീഡിയ വില്ലേജിന്റെ നൂതന ആശയം ഏറെ ജനശ്രദ്ധ നേടി. അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ഡിസ്ട്രിക്ട് TB സെന്ററും സംയുക്തമായി നടത്തിയ TB ബിയോണ്ട് ലങ്സ് എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കി നടത്തിയ തുടർ വിദ്യാഭ്യാസ പരിപാടി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ നിർവഹിച്ചു. അമല ജോയിന്റ് ഡയറക്ടർ റവറൽ ഫാദർ ഡെൽജോ പുത്തൂർ CMI അധ്യക്ഷത വഹിച്ചു. എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ഡയാലിസിസ് രോഗികളുടെ കുടുംബാംഗങ്ങൾക്കായി സൗജന്യ കിഡ്നി പ്രവർത്തനക്ഷമതാ പരിശോധനയും സംഘടിപ്പിച്ചു. കിഡ്നി ദിനാചരണം ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഫാദർ ജോർജ് സ്ക്വേരിയ ഉദ്ഘാടനം ചെയ്തു. ലൂർദ് ആശുപത്രി നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിനു ഉപേന്ദ്രൻ കിഡ്നി ദിന സന്ദേശവും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. കിഡ്നി ദിനാചരണത്തിന്റെ ഭാഗമായി ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ഫ്ലാഷ് മോബും ഫാം ഡേ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റും അവതരിപ്പിച്ചു. കണ്ണൂർ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ അങ്കണത്തിൽ നടക്കും. കണ്ണൂർ ഫൊറോനയിലെ 8 ഇടവകകളുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ നയിക്കുന്നത് തൃശൂർ ഗ്രേസ് ഓഫ് ഹെവൻ ധ്യാനകേന്ദ്ര ടീമാണ്. ബൈബിൾ കൺവെൻഷന്റെ വിജയത്തിനായി കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല, സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി, വികാരി ജനറൽ മോൺസിനോർ ക്ലാരൻസ് പാലിയത്ത് എന്നിവർ രക്ഷാധികാരികളായും കണ്ണൂർ ഫൊറോന വികാരി റെവറൽ ഡോക്ടർ ജോയ് പൈനാടൻ ജനറൽ കൺവീനറായും 100 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.